ഞാൻ കേരള ശബ്ദം ഗ്രൂപ്പിൽ നാനയുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്ന സമയത്താണ് മദ്രാസിലേക്ക് പോയത്. അന്ന് എം ടിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പ്രത്യേകം ചട്ടം കിട്ടിയിരുന്നു. നമുക്കവിടെ എം ടിയേക്കാൾ പരിചയമുള്ള ശോഭന പരമേശ്വരൻ നായരായിരുന്നു. ശോഭന പരമേശ്വരൻ നായരും എം ടിയും വളരെ അടുപ്പം, ചങ്ക് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ഞങ്ങൾ ശോഭന പരമേശ്വരൻ നായരെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എം ടിയോട് ഞാൻ സംസാരിക്കാം. എം ടി എൻ്റെ കൂടെയാണ് സംസാരിക്കുന്നത്, താമസിക്കുന്നത് ഹോട്ടലിലല്ല എന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും, എം ടിയെ കാണാൻ പോകുമ്പോൾ ചോദ്യാവലിയെല്ലാം തയ്യാറാക്കി എഴുതി കൊണ്ടുപോകണം. അദ്ദേഹം ചോദ്യാവലി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും, പരിശോധിക്കും, ഇഷ്ടമില്ലാത്തത് വെട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കുറേ ചോദ്യങ്ങൾ എഴുതി കൊണ്ടുപോയിരുന്നു. അവിടെ എം ടിയെ കണ്ടു, ബനിയൻ മാത്രമിട്ട്, അത് വേറെ ഒരു ഇതൊന്നും മേക്കപ്പ് ഇല്ല. മുറി വീടി വലിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന എം ടി, ഒരു ചാരുകസേലിരിക്കുന്ന എം ടിയാണ്. മുന്നിൽ എന്തൊക്കെയോ എഴുതാനുള്ള കടലാസുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പരമോണെന്ന് വിളിക്കുന്ന പരമേശ്വരൻ നായർ ശോഭന പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ, എം ടി സാറിനെ വർഷങ്ങൾക്ക് മുമ്പേ ആ സംഭവം ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയായിരുന്നു. ഓ, ആ കാലഘട്ടം അന്ന് മഹാബോറായിരുന്നു അല്ലേ എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന സ്ഥാപനം പറഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ, കാരണം കുങ്കുമം ഗ്രൂപ്പിന് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല.